എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു NRIയുടെ വീടാണ്. ഉടമസ്ഥൻ വിദേശത്തായതുകൊണ്ട് തന്നെ കൊടുക്കുന്ന നല്ലൊരു വീട്. അപ്പോൾ പണിതിട്ട് 2.5 വർഷം മാത്രമാകുന്നേ ഉള്ളൂ. ഇത്രയൊന്നും താമസിച്ചിട്ടില്ല. അവർ വെക്കേഷൻ വന്നപ്പോൾ മാത്രം താമസിച്ചിട്ടുള്ള നല്ലൊരു വീടാണ്. ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ രാമപുരം റോഡിൽ നിന്ന് 150 മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീട്ടിരിക്കുന്നത്. 15 സെന്റ് സ്ഥലമാണുള്ളത്. 2300 സ്ക്വയർ ഫീറ്റ്. നമുക്ക് കാർ പോർച്ച് ഒന്നും കൂടാണ്ട് 2300 സ്ക്വയർ ഫീറ്റ് ആണ്. 3 ബെഡ്റൂമുകൾ, അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, നല്ല ഭംഗിയായിട്ട് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട്. അപ്പോൾ ലിവിംഗ് ഏരിയ, ഫാമിലി ലിവിംഗ്, ഡൈനിങ് ഏരിയ എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വീടിന്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവിധ ഫർണിച്ചറും ഫിറ്റിംഗ്സും എല്ലാം ഉൾപ്പെടെയാണുള്ളത്. അപ്പോൾ നല്ല പ്രീമിയം ഫർണിച്ചർ നമുക്കിവിടെ ഉണ്ട്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. വറ്റാത്ത കിണർവെള്ളം നമുക്കിവിടെ ഉണ്ട്. ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല. അപ്പോൾ നല്ല വിശാലമായ മുറ്റം വഴി ഇന്റർലോക്കൊക്കെ പാകി ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വീടാണിത്. മുറ്റത്ത് തെങ്ങും ഫലവൃക്ഷങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ആണ് വീടിനുള്ളത്. നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയയാണ്. പള്ളിയിലേക്കും ക്ഷേത്രത്തിലേക്കൊക്കെ നടന്നു പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ. നമുക്കൊരു 300 മീറ്ററിനുള്ളിൽ പള്ളി, പിന്നെ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. ഒരിക്കലും വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു പ്രദേശം. പാലായിലെയൊക്കെ സ്കൂൾ ബസ്സുകളെല്ലാം നമുക്ക് വീട്ടിൽ തൊട്ട് മുന്നിൽ കൂടി കടന്നു വരുന്നുമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള നല്ലൊരു സ്ഥലത്താണ് വീട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് ചോദിക്കുന്ന വില 1 കോടി രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. ലോൺ സൗകര്യം വേണമെങ്കിൽ അതും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ല വിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത്. നല്ല റോഡ് ഫ്രണ്ടേജ് ഇരിക്കുന്ന നല്ലൊരു വീട്. നല്ല വലിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ട് വാളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും പ്രളയം, ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു മേഖലയാണിത്. നല്ല വിശാലമായ മുറ്റമാണ്. മുറ്റത്ത് നമുക്ക് തെങ്ങിൻ തൈയും ഫലവൃക്ഷങ്ങളും എല്ലാം നട്ടിട്ടുണ്ട്. നല്ല ഒരു കൊളോണിയൽ സ്റ്റൈലിലുള്ളൊരു മനോഹരമായ വീടാണിത്. ഒരു വില്ല പ്രോജക്റ്റ് ഒന്നുമല്ല, സ്വന്തമായി താമസിക്കാൻ വേണ്ടി പണിതിരിക്കുന്ന ഒരു വീടാണ്. എന്നാൽ നല്ല നല്ല അയൽവക്കങ്ങളുള്ള ഏരിയയാണ്. നടന്നു പോകാവുന്ന ദൂരത്തിൽ പള്ളിയുണ്ട്, ക്ഷേത്രമുണ്ട്, സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റം. ഗേറ്റ് മുതൽ അകത്തേക്ക് ഇൻ്റർലോക്ക് പാകിയിട്ടുണ്ട്. സൈഡുകളിൽ ചരൽ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തെങ്ങ് നിൽപ്പുണ്ട്. നമുക്കൊരു 3-4 തെങ്ങുകൾ ഈ കോമ്പൗണ്ടിലുണ്ട്. ഫലവൃക്ഷങ്ങൾ, മാവ്, പ്ലാവ് എല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വീടാണിത്. നല്ല ഒരു കൊളോണിയൽ സ്റ്റൈലുള്ള തലയെടുപ്പോടുകൂടി നിൽക്കുന്ന നല്ലൊരു വീടാണിത്. ഇതുവരെ കണ്ടുമടുത്ത ഡിസൈനുകളിൽ നിന്ന് നമ്മുടെ വീഡിയോ കാണുന്ന പലരും പറയാറുണ്ട് ഒരേപോലത്തെ ഡിസൈനൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ആവർത്തന വിരസത ഇല്ലാത്തൊരു വീട് തന്നെയാണ് കേട്ടോ. നല്ലൊരു ഡിസൈനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല വിശാലമായ മുറ്റം. നമുക്കൊരു 8-10 കാറുകളൊക്കെ വന്നാൽ പോലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തിനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ചുറ്റിനും ചെടികളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീട് നിർമ്മിച്ചിട്ട് ഏകദേശം 2.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. എങ്കിലും അധികം ഉപയോഗിച്ചിട്ടില്ലാത്തൊരു വീടാണ്. NRIs ആണ്. അവർ വല്ലപ്പോഴും വെക്കേഷന് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു വീട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുത്തൻ വീട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കവേർഡ് കാർ പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റാണ് ഈ വീട്. ഈ കാർ പാർക്കിംഗ് ഒന്നും സ്ക്വയർ ഫീറ്റിൽ കൂട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ വേറെ പ്രത്യേകതയാണ്, വീടിൻ്റെ പുറകുവശത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കിണർ വന്നിട്ടുണ്ട്. അത്യാവശ്യം വേസ്റ്റൊക്കെ എത്തിക്കാനുള്ള ഒരു പോർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബാക്ക്യാർഡാണ് ഈ വീടിനുള്ളത്. വീടിൻ്റെ മുൻവശത്തും പുറകുവശത്തും നമുക്ക് ഇഷ്ടംപോലെ സ്പേസാണ് ഉള്ളത്. അപ്പോൾ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ വലിയൊരു കറിവേപ്പ് നിൽപ്പുണ്ട്. നല്ല വലിയൊരു കറിവേപ്പ്. ഒരു പ്ലാവ് പുറകുവശത്തുണ്ട്. വിയറ്റ്നാം മേർലി പ്ലാവൊക്കെ വെച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ ചക്ക ഉണ്ടാകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഹാളിൽ നിന്ന് പുറത്തേക്കുള്ള ഭാഗത്ത് ടഫൻഡ് ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ ഒരു ഏരിയ ടഫൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഒരു സേഫ്റ്റിക്ക് വേണ്ടി തന്നെ പുറത്ത് ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. യാതൊരു കാരണവശാലും സേഫ്റ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അലക്കുകല്ലൊക്കെ നമുക്കൊരു കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടിയും ഒരു പ്രൈവറ്റ് റോഡാണ് കടന്നു പോകുന്നത്. നമുക്ക് വീടിൻ്റെ മുൻഭാഗത്ത് പഞ്ചായത്ത് റോഡും സൈഡിലൊരു പ്രൈവറ്റ് റോഡുമുണ്ട്. അപ്പോൾ നല്ലൊരു കോമ്പൗണ്ടാണ്. 15 സെൻറ്റിൽ നമുക്ക് വീടിൻ്റെ മുൻഭാഗത്തും പുറകുവശത്തുമൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. വീണ്ടും നമ്മൾ വീടിൻ്റെ മുൻവശത്തേക്കാണ് എത്തുന്നത്. ഇവിടെ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ നമുക്കൊരു ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെയാണുള്ളത്. ഈ കാണുന്നത് ചെറിയൊരു വരാന്ത, നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തൊരു ചെറിയ വരാന്ത കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ വരാന്ത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോമ്പൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയേറിയ ഒരു കോമ്പൗണ്ടാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. തെങ്ങും ഫലവൃക്ഷങ്ങളും പ്ലാവും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തു കൂടി ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് പെബിൾസൊക്കെ ഇട്ട് കൊടുത്ത് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ സൗന്ദര്യാത്മകമായിട്ട് തന്നെയാണ് ഈ വീട് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. രണ്ടും അടുത്ത ഡിസൈനിൽ നിന്ന് മാറ്റം വരുത്തിയ നല്ലൊരു ഡിസൈനുള്ളൊരു വീടും ഒക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു ഷൂറാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീട് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, മൊത്തം ഫർണിച്ചറും ഫിറ്റിങ്സും എല്ലാം ഉൾപ്പെടെയാണ് വീട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു വ്യൂ. ഇതാണ് നല്ല ഭംഗിയാണ്, വിശാലമായ മുറ്റം. എത്ര വണ്ടികൾ വന്നാലും യാതൊരു പ്രശ്നവും നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു ലിവിങ് റൂമാണ് കാണാൻ പറ്റുന്നത്. നേരെ ഫ്രണ്ടിലായിട്ടൊരു പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഫർണിച്ചറൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് പോലുമില്ല. വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം കർട്ടൻ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. ഇവിടെ നമുക്ക് ടഫൻഡ് ഗ്ലാസ്സൊക്കെ ഇട്ട് ജനലുകൾക്കെല്ലാം അകത്ത് ഗ്രില്ല് കൂടി കൊടുത്ത് സേഫ് ആക്കിയിട്ടുണ്ട്. ഇന്നലെ ആരോ കമൻറ്റിൽ ചോദിച്ചു കേട്ടു, നിങ്ങളുടെ വീട്ടിലൊന്നും സെക്യൂരിറ്റി ഇല്ല, ഇതിൽ കൂടുതൽ സെക്യൂരിറ്റി എന്താണ് വേണ്ടത്? ടഫൻഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, കൂടാതെ ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്നും ആർക്കും അങ്ങനെ പൊട്ടിച്ചൊന്നും കയറാൻ പറ്റത്തില്ല. അതുപോലെ നല്ല സേഫായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പ്രയർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നൊരു പാർട്ടീഷൻ കടന്നു കഴിഞ്ഞാൽ നമ്മൾ കടന്നു വരുന്നത് അടുത്ത ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായ ഒരു ഇൻറ്റീരിയറാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ല പ്രീമിയം ക്വാളിറ്റി ഫർണിച്ചറുകളും നല്ല വലിയ ജനലുകളും നല്ല ഫ്ലോറിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സോഫ സെറ്റും ടീപ്പോയും എല്ലാം ഉണ്ട്. ഇതിന് പുറകെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയാണ്. ഇവിടെയാണ് TV യൂണിറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടംപോലെ ജനലുകളെല്ലാം വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്. മുഴുവൻ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ പൊക്കി വെക്കുന്നില്ല. അപ്പോൾ ഇഷ്ടംപോലെ ജനലുകൾ, നല്ല വെളിച്ചം കയറാവുന്ന പോലെയാണ് ജനലുകൾ മുഴുവൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ 2 ബെഡ്റൂമുകൾ നമുക്ക് ഈ ഭാഗത്തുണ്ട്. കൂടാതെ 3 ഫേസ് വയറിംഗ് ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളും AC-യുടെ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ബെഡ്റൂമുകൾ ഈ ഭാഗത്തായി വരുന്നു. നമുക്ക് ആദ്യം ബെഡ്റൂമുകൾ കണ്ടിട്ടങ്ങ് പോകാം. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമാണ്. കിങ് സൈസിലുള്ള കട്ടിൽ കൊടുത്തിട്ടുണ്ട്. കട്ടിലും ബെഡും എല്ലാം ഉണ്ട്. അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബെഡ്റൂമുകളിലെല്ലാം കബോർഡുകൾ കൊടുത്തിരിക്കുന്നത് ഭിത്തിക്ക് ഉള്ളിലേക്കാണ്. ആദ്യം പണിതപ്പോൾ തന്നെ ആ രീതിയിൽ ഭിത്തിക്കുള്ളിലേക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എയർ കണ്ടീഷൻഡ് ബെഡ്റൂം കൂടിയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമുകൾക്കും ഉള്ളത്. ഇതിൽ ഗീസറൊക്കെ കൊടുത്തിട്ടുണ്ട്. കബോർഡുകൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഭിത്തിക്കുള്ളിലേക്ക് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാതെ ഭിത്തിക്ക് ഉള്ളിലേക്ക് തന്നെ കൊടുത്തിരിക്കുന്നു. വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനുള്ളിൽ ഡ്രസ്സൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് നമ്മളത് തുറക്കുന്നില്ല. അപ്പോൾ 4-5 ഡോറുള്ള വലിയ വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. അതും നല്ല ഭിത്തിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒതുങ്ങിയ രീതിയിൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു ചെറിയ സിറ്റ് ഔട്ട് വന്നിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു വരാന്ത വന്നിട്ടുണ്ട്. 2 ചെയറൊക്കെ ഇട്ടിരുന്ന് വർത്താനം പറയാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയ. നേരെ ഓപ്പോസിറ്റ് വീടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി കൂടി നമുക്ക് ഈ വീടിനുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്താണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. മുകളിൽ ഒരു ബെഡ്റൂമുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല വലിയ ബെഡ്റൂമുകളാണ്. നല്ല കിങ് സൈസ് ബെഡ് ഇട്ടിട്ട് പോലും നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് പിന്നെയും ഉണ്ട്. അടുത്തൊക്കെ ചെറിയ ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ AC-യുടെ പോയിൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. AC വെച്ചിട്ടില്ല. ഇവിടെയും നമുക്ക് 2 ഭാഗത്തുമായിട്ട് വലിയ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മിററെല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം കൂടിയാണ്. എല്ലാ മെറ്റീരിയൽസും ബ്രാൻഡഡ് ഐറ്റംസാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ സെറാമിക് ഐറ്റംസും പ്ലംബിങ് വയറിങ് ഐറ്റംസും എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിലേക്ക് വന്നു. ഇനി നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ വിശാലമായൊരു ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു സൈഡിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴ്വശത്തായിട്ട് നമുക്ക് വാഷ് കൗണ്ടർ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലോറിംഗ് കണ്ടാൽ തന്നെ നല്ലൊരു ഗ്രാൻഡ് ലുക്കുള്ള ഒരു പ്രീമിയം ലുക്കുള്ള ഫ്ലോറിംഗൊക്കെയാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നല്ല തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന
ഡൈനിങ് ടേബിളും ചെയറുമൊക്കെ കൊടുത്തിരിക്കുന്നു. അത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. ഇവിടെ ഒരു ചെറിയ കോർട്ട്യാർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു വലിയ വിൻഡോ വരുന്നത്. മുഴുവൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്ത് സേഫ്റ്റിക്കായി ഗ്രില്ല് കൂടി ചെയ്തിട്ടുണ്ട്. പുറം കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാവുന്ന രീതിയിൽ വലിയൊരു ഏരിയയാണിത്. ഇപ്പോൾ സ്റ്റെയർകേസിൻ്റെ സൈഡുകളൊക്കെ നല്ല GI പൈപ്പിൻ്റെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കിച്ചണിലേക്കാണ്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും വലിയ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കർട്ടനെല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ മൊത്തം ഒന്നും പൊക്കുന്നില്ല. അപ്പോൾ എല്ലാ ഗ്ലാസുകൾക്കും പിന്നിലായിട്ട് നല്ല ബലവത്തായ സ്റ്റീൽ കമ്പികൾ കൂടി ഗ്രില്ല് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടന്നു വരുന്നത് കിച്ചണിലേക്കാണ്. നല്ല വലിയൊരു കിച്ചൺ, അതും നല്ല മോഡുലർ കിച്ചണാണ്. ഡബിൾ ഡോറിന് ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്കിവിടെ ഉണ്ട്. ഇഷ്ടംപോലെ കബോർഡുകൾ നമുക്കുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള കബോർഡ് വർക്കുകളാണ്. സ്റ്റൗവും ഹുഡും ഹോബും ഒക്കെ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. നമ്മുടെ നമുക്ക് ഫ്രണ്ട് ലോഡിങ് വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട്. പുറത്തേക്കുള്ള ഡോറ് നമുക്ക് ഈ ഒരു ഭാഗത്താണ്. ഫ്രണ്ടിലും ബാക്കിലുമൊക്കെ നല്ല സ്റ്റീൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സേഫ്റ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീൽ ഡോറുകളാണ്. യാതൊരു കാരണവശാലും തകർക്കാൻ പറ്റാത്ത രീതിയിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡോറുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെയർകേസിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ഡോറ് വെച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികളൊന്നും കയറി പോകാത്ത രീതിയിൽ നമുക്ക് ക്ലോസ് ചെയ്തൊരു ഡോറ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് എടുത്തു വരുമ്പോൾ ഈ കാണുന്ന ഡോറ് പുറത്തേക്കുള്ളതാണ്, ടെറസിലേക്കുള്ള ഡോറാണ്. ഇവിടെ ഒരു വലിയ ലാൻഡിങ് വന്നിട്ടുണ്ട്. നല്ലൊരു ഹോള് ഇവിടെ വന്നിട്ടുണ്ട്. ആ ഡോറ് ഇപ്പോൾ നമ്മൾ തുറക്കുന്നില്ല, അവിടെ തുറക്കാനുള്ള താക്കോല് കണ്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു ഏരിയ ഇവിടെ നമുക്കുണ്ട്. അതിന് മുകളിൽ പോളികാർബൺ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഏരിയ ഒരു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമാണുള്ളത്. ഇതാണ് ആ ഒരു ബെഡ്റൂം. വലിയ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകളിലും ഈ പറഞ്ഞ പോലെ ബെഡും കട്ടിലും എല്ലാം ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. കബോർഡുകൾ ഭിത്തിയിലേക്ക് ചേർന്നിരിക്കുന്നു. ഇവിടെയും അതുതന്നെയാണ്. വലിയ വിൻഡോസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കബോർഡിൻ്റെ ഉൾവശം നമുക്ക് സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസാണ്. 4 ഡോറിൻ്റെ വലിയ വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. എല്ലാ ബാത്റൂമുകളിലും ഗീസറിൻ്റെ പോയിൻറ്റുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിന് അടിയിലൊക്കെ നമുക്ക് ടവലൊക്കെ വെക്കാനുള്ള സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ റൂഫ് ചെയ്തേക്കുന്ന സെറാമിക് ഓട് കൊണ്ട് റൂഫ് കൂടി ചെയ്തിട്ടുണ്ട്. പാല രാമപുരം റൂട്ടിൽ നിന്ന് കഷ്ടിച്ചൊരു 150 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അതും വീതിയുള്ള പഞ്ചായത്ത് റോഡിന് സൈഡിൽ ഇരിക്കുന്ന നല്ല റോഡ് ഫ്രണ്ടേജുള്ള നല്ലൊരു വീട്. അപ്പോൾ നല്ല വിശാലമായ മുറ്റം, വീടിന് ചുറ്റും ധാരാളം സ്പേസ് ഉണ്ട്. നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൊളോണിയൽ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട്. നമ്മൾ കണ്ടുമടുത്ത ഡിസൈനുകളിൽ നിന്ന് മാറി നല്ല കൊളോണിയൽ സ്റ്റൈലുള്ള നല്ലൊരു വീട്. 15 സെൻറ്റ് സ്ഥലത്താണ് വീടിരിക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റ്. നമുക്ക് കാർ പോർച്ച് ഒന്നും ഇല്ലാതെ 2300 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ ബാൽക്കണികൾ, ഫ്രണ്ടിൽ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ചെറിയ വരാന്തയൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ നല്ല ഇൻറ്റീരിയറും ഒക്കെ ഉൾപ്പെടെ നല്ല മോഡുലാർ കിച്ചണും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണിത്. അപ്പോൾ ചോദിക്കുന്ന വില 1 കോടി രൂപ മാത്രമാണ്. അതും എല്ലാ ഫർണിച്ചറുകളും ഫിറ്റിങ്സും എല്ലാം നമ്മുടെ വീടിനകത്ത് കണ്ട എല്ലാം ഉൾപ്പെടെയാണ്. അപ്പോൾ ഈ 15 സെൻറ്റ് സ്ഥലം 2300 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വീട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് ലൊക്കേഷൻ കണ്ട് വാങ്ങാനുള്ള സപ്പോർട്ടുകൾ ഞങ്ങൾ തരുന്നതാണ്. ലോൺ സൗകര്യം വേണമെങ്കിൽ അതും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കൊക്കെ വീട് നോക്കുന്നവരിലേക്ക് ഈ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.